സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സർ, സ്വാഗതം. നമസ്തേ അയ്യപ്പദാസ്. സർ, ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ അവിടുത്തെ ജനത പാക് സർക്കാരിനെതിരെ ഒരു കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഒഴിഞ്ഞു പോയി തരാമോ പാകിസ്ഥാൻ സർക്കാർ എന്ന രീതിയിൽ വരെ ജനം ഇടപെടുന്നുണ്ട്. കലാപം വളരെ വലിയ രീതിയിൽ, ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ ഉണ്ടാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. സർ, ഇങ്ങനെ പാക് ജനത പാകിസ്ഥാൻ സർക്കാരിനെതിരെ അധിനിവേശ കാശ്മീർ, അതായത് ഈ പറയുന്ന സ്ഥലത്ത് കലാപം ഉയർത്തുമ്പോൾ സർ, അവിടെ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു താവളം പാകിസ്ഥാൻ ഒരുക്കാൻ പോകുന്നു എന്ന വാർത്തയും വരുന്നത്. അതായത് അമേരിക്കയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ, ഈ പാക് അധീന കാശ്മീരിൽ ഒരു താവളം, രഹസ്യ താവളം ഒരുക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. സാർ, എന്താണ് സാർ ഇതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന പുതിയ വാർത്തകൾ? ശരിയാണ്. പാക് അധീന കാശ്മീർ, അധിനിവേശ കാശ്മീർ, അത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ഇതുവരെ കാണാത്ത അത്ര രൂക്ഷമായ കലാപമാണ് ഇപ്പോൾ നടക്കുന്നത്. അധിനിവേശ കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ സേനയും പാകിസ്ഥാൻ ഭരണകൂടവും ഒഴിഞ്ഞു പോകണം എന്ന മുദ്രാവാക്യങ്ങളാണ് അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിലെങ്ങും മുഴങ്ങുന്നത്. ഇവിടെ ജനക്കൂട്ടവും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ജനക്കൂട്ടം ചില സൈനികരെ തടവുകാരായിട്ട് പിടിച്ചു. പ്രതീകാത്മകമായി അവരുടെ യൂണിഫോം അഴിച്ചെടുത്തിട്ട് അത് ലേലം ചെയ്ത് മുസഫറാബാദിലെ നഗര ചത്വരത്തിൽ ലേലം ചെയ്ത് വിറ്റു. പാകിസ്ഥാന് വലിയ നാണക്കേടാണ് അധിനിവേശ കാശ്മീരിൽ നടക്കുന്നത്. ഇന്ത്യയുടെ കാശ്മീരിലെ ഇന്ത്യ ഭീകരമായ അടിച്ചമർത്തലുകൾ നടത്തുന്നു എന്ന് ലോകത്തോട് ഇങ്ങനെ എല്ലാ ദിവസവും വിളിച്ചു പറയുന്ന പാകിസ്ഥാന് സ്വന്തം തങ്ങൾ അനധികൃതമായിട്ട് പിടിച്ചെടുത്ത് തങ്ങൾ ഒരു പാവ സർക്കാരിനെ നിലനിർത്തിയിരിക്കുന്ന അധിനിവേശ കാശ്മീരിൽ അവിടുത്തെ ജനങ്ങൾക്ക് എതിരായിട്ട് തങ്ങളുടെ തന്നെ സേന നടത്തുന്ന അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ അന്തം വിട്ടു നിൽക്കുകയാണ്. പാകിസ്ഥാന്റെ മിക്ക പ്രവിശ്യകളിലും ഇത് തന്നെയാണ് സ്ഥിതി. ബലൂചിസ്ഥാൻ എടുത്ത് നോക്കി, അവിടെ ദൈനംദിനം എത്ര സൈനികരും അതുപോലെ എത്ര പോരാളികളുമാണ് കൊല്ലപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമര പോരാളികളും പാകിസ്ഥാൻ സൈന്യങ്ങളും കൊല്ലപ്പെടുന്നു. പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അവിടെ ഇപ്പോഴത്തെ ഖൈബർ പക്തൂൺവ പ്രോവിൻസ് എടുത്ത് നോക്കുക, അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിനോ പോലീസിനോ റവന്യൂ അധികാരികൾക്കോ ഒന്നും അവിടെ ചെല്ലാൻ പറ്റില്ല. പാകിസ്ഥാൻ താലിബാന്റെ നിയന്ത്രണത്തിലാണ് ആ പ്രദേശം. ഇപ്പോ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലും അത് തന്നെയായി, അല്ലെങ്കിൽ അതിലും രൂക്ഷമാണ് സ്ഥിതി. അത് അവിടുത്തെ ഈ പ്രക്ഷോഭമൊക്കെ നടക്കുന്നത് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന ഒരു സംഘടനയുടെ കീഴിലാണ്. ഇതിനിടയ്ക്ക് ഇപ്പോ മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇവിടെ അമേരിക്കയ്ക്ക് ഒരു താവളം അനുവദിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അമേരിക്ക ചൈനയെ നിരീക്ഷിക്കാനും ഇന്ത്യയെ നിരീക്ഷിക്കാനുമായിട്ട് അമേരിക്കയ്ക്ക് ദക്ഷിണേഷ്യയിൽ ഒരു താവളം വേണം എന്നുള്ളത് അവരുടെ ട്രംപിന്റെ ഒരു ജന്മാഭിലാഷം. അങ്ങനെയാണ് അവര് ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ സമീപിക്കുന്നത്. സെന്റ് മാർട്ടിൻസ് ഐലൻഡ്, ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലെ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷെ അത് നടന്നില്ല. പക്ഷെ എങ്കിലും ഇപ്പോൾ സെന്റ് മാർട്ടിൻസ് ദ്വീപിലും ചിറ്റഗോങ്ങിലും സമീപമുള്ള കോക്സ് ബസാറിലും ഒക്കെ തന്നെ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ചൈനയോട് ചേർന്നുള്ള, ചൈനീസ് അതിർത്തിയോട് സിൻജിയാങ് പ്രോവിൻസിനോട് ചേർന്നുള്ള ബാഗ്രാം വിമാനത്താവളം, എയർബേസ് തങ്ങൾക്ക് വേണം എന്ന് ഈ അടുത്ത കാലത്ത് അമേരിക്ക താലിബാനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ താലിബാൻ അത് സമ്മതിച്ചില്ല. ഇവിടെ ചൈനയുടെ ആണവ പരീക്ഷണം നടക്കുന്ന സ്ഥലം ഈ ബാഗ്രാം എയർബേസിനും വളരെ അടുത്താണ്. അതാണ് ഇക്കാര്യത്തില് അമേരിക്കയ്ക്കുള്ള താല്പര്യം. അതുപോലെ തന്നെയാണ് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരും ഈ സിൻജിയാങ് പ്രോവിൻസിൽ നിന്ന് അധികം ദൂരെയൊന്നും. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക്
സുരക്ഷിതമായിട്ടിരുന്ന് മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷയിൽ ഇരുന്നുകൊണ്ട് ആ ചൈനയെ നിരീക്ഷിക്കണം, ഇന്ത്യയെ നിരീക്ഷിക്കണം. അതായത് വളർന്നു വരുന്ന ലോകശക്തികളെ എന്താണ് ഇന്ത്യയും ചൈനയും ഒക്കെ ചെയ്യുന്നത് അത് മനസ്സിലാക്കി ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു പദ്ധതി തയ്യാറാക്കാനാണ് ഇപ്പൊ അമേരിക്ക ശ്രമിക്കുന്നത്. ഇത് അവിടുത്തെ ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമാണ്. ഇതും പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഒരു കാരണം. അതായത് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അതുപോലെ ഈ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആവശ്യം, ഭക്ഷ്യപദാർത്ഥങ്ങൾ പിന്നെ കൃത്യമായിട്ടും സബ്സിഡൈസ്ഡ് റേറ്റിലും കിട്ടുക എന്നുള്ളതാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് പാകിസ്ഥാനിൽ തന്നെ വലിയ ക്ഷാമം തുടങ്ങിയിരിക്കുക. ഗോതമ്പ്, അതുപോലെ മറ്റ് ധാന്യങ്ങള്, പിന്നെ പയറുവർഗ്ഗങ്ങള്, ഇതൊന്നും തന്നെ ലഭിക്കുന്നില്ല. കാരണം പാകിസ്ഥാനിലെ പിന്നെ ജലസേചന സൗകര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് സിന്ധു നദി ജലം പങ്കിടുന്ന വിഷയത്തിൽ ഇന്ത്യ ഇപ്പോൾ അർഹതപ്പെട്ട ജലം മാത്രമേ പാകിസ്ഥാന് കൊടുക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്ലെ ജലം? അതെ അതെ അതെ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് എത്രമാത്രം ജലം അർഹതപ്പെട്ടിട്ടുണ്ടോ അത്രമാത്രം ജലം മാത്രമേ പാകിസ്ഥാന് കിട്ടുന്നു. പണ്ട് അങ്ങനല്ലായിരുന്നു. ഇന്ത്യ അത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇന്ത്യ പലപ്പോഴും വളരെയധികം ജലം അധികമായിട്ട് പാകിസ്ഥാന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായിട്ട് നിർത്തി. അപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ 80% കൃഷിയും സിന്ധു നദിയിൽ നിന്നും ലഭിക്കുന്ന ഈ വെള്ളത്തിനെ ആശ്രയിച്ചാണ്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് ജലസേചനത്തിനും കുടിവെള്ളത്തിനും രണ്ടിനും ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടങ്ങി. ഇത് ഓക്യുപ്പൈഡ് പാകിസ്ഥാനിലെ എല്ലാ വിഭവങ്ങളും അതിന്റെ ആദ്യത്തെ അർഹത പഞ്ചാബ് പ്രോവിൻസിലുള്ള ആൾക്കാരാണ്. കാരണം അവരാണ് അവിടെ അധികാരം നിയന്ത്രിക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ, പഞ്ചാബ് പ്രവിശ്യയാണ്. പാകിസ്ഥാൻ സൈന്യം എന്ന് പറഞ്ഞാൽ പഞ്ചാബികളാണ്. ഇത് ബലൂച്ചുകൾക്കും സിന്ധികൾക്കും പത്താനുകൾക്കും ഒക്കെ വലിയ ദേഷ്യമാണ് പഞ്ചാബികളോട്. കാരണം എല്ലാവർക്കും അവകാശപ്പെട്ട വിഭവങ്ങൾ അത് മുഴുവൻ പഞ്ചാബികൾ കൈയടക്കി വെച്ചിരിക്കുന്നു. അവിടെ ഈ പിന്നെ അധിനിവേശ കാശ്മീരികൾ പാകിസ്ഥാന് ഫുൾ പൗരത്വം പോലുമില്ല. അവർക്ക് പാകിസ്ഥാൻ പാർലമെന്റിൽ റെപ്രസെന്റേഷൻ ഇല്ല ഇതുവരെ ആയിട്ടും. പാകിസ്ഥാൻ അത് കൊടുക്കുകയുമില്ല. എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ സ്വപ്നം ഈ ഇന്ത്യയുടെ കാശ്മീരും അധിനിവേശ കാശ്മീരും കൂടെ പിടിച്ചെടുക്കുക, എന്നിട്ട് അത് സ്വതന്ത്ര രാജ്യമാണെന്ന് പറയുന്ന ഒക്കെ ഇപ്പൊ കാശ്മീരികളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുമെങ്കിലും പാകിസ്ഥാന്റെ ലക്ഷ്യം അത് രണ്ടുകൂടെ പിടിച്ചെടുത്തതിന് ശേഷം അത് പ്രൊവിൻസ് ആക്കുക എന്നുള്ളതാണ്. അതൊന്നും നടക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പാരിറ്റി ഒന്നുമില്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വലിയ ശക്തിയാണ്. പാകിസ്ഥാൻ ഇപ്പോ ഈ കള്ളപ്രചരണങ്ങൾ, ഇപ്പൊ പാകിസ്ഥാനി പിന്നെ സൈന്യവും അധികൃതരും ഒക്കെ പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളെയും സൈനികരെയും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ 15 ഹിന്ദുവിന് തുല്യമാണ്. അത്രയും ശക്തിയുള്ള ആളും അത്രയും ബുദ്ധിയുള്ള ആളും അങ്ങനെയൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് അവരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നത്, അതായത് ബ്രെയിൻ വാഷ് ചെയ്യും. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ്. പിന്നെ പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ ഈ പിന്നെ തീവ്രവാദികളേത്, ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോ സൈനികര് യൂണിഫോം ഊരി വെച്ചാൽ തീവ്രവാദിയായി. ലോകത്തിൽ അങ്ങനെയുള്ള ഒരേ ഒരു രാജ്യവും. ഇറാൻ പോലും അങ്ങനൊന്നും ചെയ്യില്ല. റെഗുലർ സൈന്യം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അങ്ങനത്തെ അവർ. ഹുതികളും പിന്നെ മറ്റ് പോരാളികളും ഒക്കെ അത് വേറൊരു വിഭാഗം. കാരണം ഇതെല്ലാം തമ്മിൽ മിശ്രിതമായാല് സൈന്യത്തിന്റെ അച്ചടക്കം തന്നെ നഷ്ടപ്പെടും. പാകിസ്ഥാൻ സൈന്യത്തിൽ അച്ചടക്കമൊന്നുമില്ല. അവിടെ ഓരോരുത്തരും ഓരോ വഴിക്ക് വന്ന വഴി പോയ വഴി. അതുകൊണ്ടാണ് ഈ അണുവായുധങ്ങൾ വരെ കൈവശമുള്ള ഒരു രാജ്യത്തിന് അതിന്റെ വിവിധ പ്രവിശ്യകളിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അവരുടെ മറ്റ് പ്രവിശ്യകളിലൊക്കെ വിഘടനവാദം തലപൊക്കിയിട്ട് എന്തുകൊണ്ട് അവർക്ക് പാകിസ്ഥാൻ ഉള്ളിലെ പ്രശ്നമൊന്നും അടിച്ചമർത്താൻ പറ്റുന്നില്ല? ഈ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ മുസ്ലിങ്ങൾ തന്നെ ആണല്ലോ. ഒരേ മതത്തിലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. അതാണ് പാകിസ്ഥാൻ നൽകുന്ന ഒരു ഉദാഹരണം. അപ്പൊ ചുരുക്കി ഇനി മറ്റൊരു വിഷയം, അമേരിക്ക പാകിസ്ഥാനിൽ മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. പാകിസ്ഥാന്റെ ഒരു ചെറിയ ഭാഗം അമേരിക്കയ്ക്ക് കൈവശപ്പെടുത്തിയാൽ എന്താ എന്ന് പോലും അമേരിക്ക ചിന്തിക്കുന്നു.
കാരണം രണ്ട് രാജ്യങ്ങളാണ്, രണ്ട് കാമുകന്മാരാണ് പാകിസ്ഥാൻ എന്ന കാമുകിക്കുള്ളത്. ഇവർ തമ്മില് നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല. ചൈനയ്ക്കും പാകിസ്ഥാന്റെ വിഭവങ്ങളും സ്ഥലവും വേണം, അമേരിക്കയ്ക്കും. യഥാർത്ഥത്തിൽ ഈ അധിനിവേശ കാശ്മീരിന്റെയും ലഡാക്കിൽ നിന്നുമൊക്കെ പിടിച്ചെടുത്ത കുറച്ച് സ്ഥലം ചൈനയ്ക്ക് പാകിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമേരിക്ക ചോദിക്കുന്നത് ചൈനയ്ക്ക് കൊടുക്കാമെങ്കിൽ ഞങ്ങൾക്ക് തന്നാലെന്താ എന്നുള്ളതാണ്. അതായത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ പോവുകയാണ്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അമേരിക്കയുടെ ഒരു ഭയം മറ്റൊന്നും കൂടിയാണ്. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നൂർഖാൻ എയർബേസ് എന്ന് പറയുന്ന സ്ഥലം, അതായത് പഴയ ചക്ല എയർബേസ് റാവൽപിണ്ടിയിലാണ്, ഇവിടേക്ക് ബ്രഹ്മോസ് മിസൈലിന്റെ ആക്രമണം വന്നു. പാകിസ്ഥാന്റെ അണ്വായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ബങ്കറുകൾക്ക് നേരെയും ആക്രമണം വന്നു. അമേരിക്കയുടെ വിമാനങ്ങൾ തകർക്കപ്പെട്ടു. വല്ലാത്ത പ്രതിസന്ധി അവിടെ ഉണ്ടായി. അപ്പോ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഇത് വല്ലാത്ത ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇന്ത്യയോട് ചേർന്നുള്ള ഒരു ബേസ് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയെ നിരീക്ഷിക്കണം. ഇത് അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം പാകിസ്ഥാന്റെ അണുബോംബുകൾ അമേരിക്കയുടെ ബോംബാണ് യഥാർത്ഥത്തിൽ എന്നാണ് ഒരു വിശദീകരണം. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ചൈനയെ ഒന്ന് നേരിടണം, ഇന്ത്യയെ നേരിടണം, പാകിസ്ഥാന്റെ അണ്വായുധങ്ങളുടെ സുരക്ഷ അമേരിക്കയ്ക്ക് ഉറപ്പുവരുത്തണം. കാരണം അത് അമേരിക്കയുടെയാണ് ആത്യന്തികമായിട്ട്. അങ്ങനെ പാകിസ്ഥാനിൽ അശാന്തിയും അസമാധാനവും നിലനിർത്തി യഥാർത്ഥ ഒരു ജനാധിപത്യ സർക്കാരും പ്രതിസന്ധി ഇല്ലാത്ത ഒരു രാഷ്ട്രവുമാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇങ്ങനെ തോന്നിയ പോലെ അവിടെ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും രാജ്യം പരമാധികാര രാജ്യം സമ്മതിക്കും? ഇതിനൊക്കെ സമ്മതിക്കില്ല. അപ്പോ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇത്തരം ഒരു ഡബിൾ ഏജന്റിന്റെ പണി അവിടെ കാണിക്കും. ഒരു സമയം പാകിസ്ഥാനോട് ഒപ്പം നിൽക്കുമെന്ന് കാണിക്കും, ഒരു സമയം പാകിസ്ഥാനെ പാര വെക്കുകയും ചെയ്യും. അത്യാവശ്യം വിവരങ്ങളൊക്കെ വേണമെങ്കിൽ ഇന്ത്യക്ക് ചോർത്തി തരും. ചുരുക്കി പറഞ്ഞാല് ഒരു വിഭ്രാന്തിയുടെ ഒരു തലത്തിലേക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം പോവുകയാണ് മൊത്തത്തിൽ. അത് വിവിധ പ്രവിശ്യകളിൽ ഇപ്പൊ ഇങ്ങനെ ഒക്കെ തന്നെ ആയിരിക്കുകയാണ്. ഓരോ പ്രവിശ്യയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. ഏതായാലും ഇടയ്ക്ക് ഇന്ത്യ POK പിടിച്ചെടുക്കും എന്നുള്ള ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ നമുക്കറിയാൻ. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് ഈ ഇത്തരം പാകിസ്ഥാൻ പോലുള്ള ഇത്രയധികം പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന, കാരണം അവിടെ ഇനി അത് നമ്മുടെ ഭാഗമാണെങ്കിൽ നമ്മളിനി നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് കോടി രൂപ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അവിടെ എപ്പോഴും പ്രതിസന്ധി ആയിരിക്കും. അവിടുത്തെ ജനസംഖ്യയുടെ പ്രശ്നം വരും. അവര് തീവ്രവാദ അനുകൂലികളുടെ ഒരു വിഭാഗമായിരിക്കും. ഇന്ത്യ ഇനിയും ഈ പ്രദേശമൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇവിടെ ഈ പ്രതിസന്ധിയോടുകൂടി പാകിസ്ഥാൻ ഇങ്ങനെ തമ്മിലടിച്ച് നിൽക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇന്ത്യ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം പാകിസ്ഥാൻ സേനയും അതുപോലെ കശ്മീരികളും തമ്മിൽ ഉണ്ടായാൽ അവിടെ നിന്നുള്ള അഭയാർത്ഥികൾ കൂടി ഇങ്ങോട്ട് ഓടി വരാനും സാധ്യതയുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വേലിയൊക്കെ മറികടന്ന് ജീവനും കൊണ്ട് ഓടുന്നവരെ എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു വല്ലാത്ത സ്ഫോടനാത്മകമായ സ്ഥിതിയാണ് പാകിസ്ഥാനിൽ. വരും ദിവസങ്ങളിൽ സംഭവ വികാസങ്ങൾ എന്തായിരിക്കും എന്നുള്ള ആ ഒരു പുതിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പുതിയ വിശകലനങ്ങളുമായിട്ട് നമുക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ 35ഓളം പേർ വരെ മരണപ്പെട്ടു എന്ന് പറയുന്നു ഇപ്പോഴത്തെ ഈ കലാപത്തിൽ. അപ്പോൾ അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ജനത ഈ പാക് സർക്കാർ ഒഴിഞ്ഞു പോകാൻ തന്നെ പറയുന്നതായിട്ടും വാർത്തകളുണ്ട്. അപ്പോൾ സാർ, ഇതിനിടയിലൂടെ അമേരിക്കയ്ക്ക് താവളം ഒരുക്കാൻ ഇറങ്ങുന്ന ഈ പണി കൂടെ അവർക്ക് തന്നെ വിനയായി തീരില്ലേ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം പറയണം സാർ. മയ്യപ്പദാസ് പറഞ്ഞ വളരെ ശരിയാണ്. അവർക്ക് തന്നെ അതൊരു ഭാരമാണ്. കാരണം ഈ അമേരിക്കയുടെ താവളം ഒരുക്കാനായിട്ട് ഇനി ജനങ്ങളെ ഒഴിപ്പിക്കാൻ പോവുകയാണ് അവര്. അതൊക്കെ ജനങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലായിട്ടുണ്ട്. അതിനെതിരെയും കൂടിയാണ് ഈ സമരം. അവിടെ നടക്കുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയുടെ ഒരു ഇടപെടല്, പാകിസ്ഥാൻ സർക്കാരിന്റെ കഴിവുകേട്, അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധികള്, അവര് നോക്കുമ്പോൾ തൊട്ടടുത്ത കാശ്മീരിൽ ജനങ്ങളൊക്കെ വളരെ ഉല്ലാസമായിട്ട് ജീവിക്കുന്നു എന്നാണ് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു റിപ്പോർട്ട് വായിച്ചിരുന്നത്. അവിടെ പല ആൾക്കാരും ബൈനോക്കുലറൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഇന്ത്യൻ കാശ്മീരിൽ എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ നോക്കിയിട്ട് അവർ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം അവിടെ ടൂറിസം പുനരാരംഭിച്ചിരിക്കുന്നു, ഒരുപാട് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പാക്കുന്നു. ഇതൊക്കെ കണ്ട് അവർ അന്തം വിട്ട് നിൽക്കുകയാണ്. പാകിസ്ഥാനോടുള്ള അവരുടെ ഒരു ക്രോധം 10 മടങ്ങ് വർദ്ധിക്കാനും ഇതൊരു കാരണമായി.
അതെ അതെ അതെ. എന്തായാലും ശരി, ഏ- ഈ ഏതായാലും അമേരിക്കയുടെ പറയണം സാർ. ഇടപെടല് ആ പ്രശ്നമില്ലാത്ത ഏത് രാജ്യത്തിലും പ്രശ്നം ഉണ്ടാക്കും. അതാണ്. അതെ. അപ്പോ അപ്പൊ നമുക്ക് ഇതിന്റെ വരും ഏഹ്, ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷൻ വരികയാണെങ്കിൽ പറയണം സാർ, പറയണം. തീർച്ചയായിട്ടും കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.